ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. ഇതിന് ഓവൻ്റെയോ ബീറ്ററിൻ്റെയോ മിക്സിയുടെയോ ആവശ്യമൊന്നുമില്ല. ഒരു സാധാ വിസ്ക് ഉപയോഗിച്ചാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിലോട്ട് ഞാൻ 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിഞ്ച് ഉപ്പ്, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. നല്ലപോലെ നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഞാനിവിടെ നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ വാനിലാessence കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ഇതുപോലെ. ഇനി നമുക്ക് ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ 1/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് 1/4 കപ്പ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം 1/2 കപ്പിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയും കൂടി ഉള്ളിട്ട് നല്ലപോലെ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ ബാക്കിയുള്ള 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 6 മിനിറ്റോളം നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു 6 മിനിറ്റോളം ഇത് ബീറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഏകദേശം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ദേ ഇവിടെ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു 4 മിനിറ്റോളം വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ആ നേരത്തെ അരിച്ചു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ആ ബാക്കി പകുതിയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ബീറ്ററിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് പാനാണ് എടുത്തിരിക്കുന്നത്. അതിൽ സൺഫ്ലവർ ഓയിൽ സൈഡിലൊക്കെ തൂത്ത് താഴത്ത് ബട്ടർ പേപ്പറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബാറ്റർ മൊത്തം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. എയർ ബബിൾസ് ഒക്കെ ഒന്ന് കളയണം കേക്കിൻ്റെ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു ഇഡ്ഡലി ചെമ്പിൽ വെച്ചാണ് ബേക്ക് ചെയ്യുന്നത്. അതിലോട്ട് ഞാനത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. 40 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. അപ്പോൾ ഇത് ഇവിടെ 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കണേണ്. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്.
ഞാൻ ജസ്റ്റ് ഒന്ന് വെന്തോന്ന് നോക്കുന്നുണ്ട്. കേക്ക് നല്ല പോലെ വെന്തിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ആറാൻ വെക്കണം. നമുക്ക് ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക് ബേക്കിംഗ് പാനിൽ നിന്ന് കേക്ക് എടുക്കാം. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ കേക്ക്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണിത്. ഇനി നമുക്കിത് 3ആയിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ 3ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഐസിങ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഐസിങ് ചെയ്യാനുള്ള ക്രീം ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീറ്ററും മിക്സിയും ഒന്നുമില്ലാതെയാണ് ഈ ക്രീം റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. ഞാൻ ഇവിടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. എല്ലാ സൈഡിലും നല്ലപോലെ ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലോട്ട് ക്രീം തേച്ച് കൊടുക്കാം. ക്രീം ഞാൻ തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ മുഖത്തോട്ട് ഞാൻ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുഖത്തോട്ട് നമ്മുടെ സെക്കൻഡ് ലെയർ വെക്കണം. നമ്മൾ ഫസ്റ്റ് ലെയർ ചെയ്ത പോലെ തന്നെയാണ് ബാക്കി 2 ലെയറും. ഇതുപോലെ പഞ്ചസാര സിറപ്പ് തൂത്ത് കൊടുക്കണം നല്ലപോലെ. അത് കഴിഞ്ഞിട്ട് ക്രീം അതിൻ്റെ പൊക്കത്ത് നല്ലപോലെ തേച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ എല്ലാ വീട്ടിലും പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും കേക്ക്. അപ്പോൾ നമുക്ക് ഈ ഓവണും ബീറ്ററൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെയാണെങ്കിൽ എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക്. അപ്പോൾ കേക്ക് ഉണ്ടാക്കണ കണ്ടാൽ പിന്നെ അത് കൊടുക്കാതെ സമ്മതിക്കില്ല അവൻ. ഞാൻ കേക്കിൻ്റെ താഴ്ഭാഗമാണ് മുകളിൽ വെച്ച് കൊടുക്കുന്നത്. ആ താഴത്തുള്ള ലെയർ ഞാൻ പൊക്കത്താണ് വെച്ച് കൊടുക്കുന്നത്. കേക്ക് ഐസിങ് ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേക്കിൻ്റെ ഐസിങ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ആണിത് ഡെക്കറേറ്റ് ചെയ്യണത്. ഇതുപോലെ ഞാൻ ഒരു പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴത്തും അതുപോലെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കുന്നുണ്ട്. മുകളിൽ ഞാൻ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പൊക്കത്ത് കുറച്ച് ചെറിയും കൂടെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ആണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.